ഫൈനലി അവൻ വാച്ച് നമുക്ക് ശരിയാക്കി തന്നു. സോ ഗൈസ് അവൻ കുറെ നേരം അനലൈസ് ചെയ്ത് കഴിഞ്ഞാണ് അത് കണ്ടുപിടിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് അവഞ്ചേഴ്സിന്റെ പെൻഡം വാച്ചാണ്. അതായത് അവഞ്ചേഴ്സിന്റെ പെൻഡം പോലത്തെ വാച്ചാണ്. സോ ഗൈസ് ഈ വാച്ചിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു സ്പാർക്ക് പോലെ വന്നോണ്ടിരുന്നത്. പക്ഷെ ഇത് ശരിയാക്കി കഴിഞ്ഞപ്പോ അതൊക്കെ നിന്ന് നമ്മുടെ കയ്യിൽ പെർഫെക്റ്റ് മാച്ച് ആയിട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സോ ഗൈസ് നിങ്ങൾ അതിനൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് കുറച്ച് അവതാർസ് കാണിക്കുന്നുണ്ട്. അതായത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വാച്ച്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺമാൻ, ഹൾക്ക്, തോറ്, ഫ്ലാഷ് ആണ്. അത് ഓൾറൈറ്റ് ഗൈസ്, ഫ്ലാഷ് ആണ് ഗൈസ്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാച്ചിൽ നമുക്ക് ഓരോ ക്യാരക്ടർ അവതാരണം സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവതാർസ് ആ പവേഴ്സ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഈ വാച്ചിന് സമയം കാണാൻ വേണ്ടി മാത്രം പറ്റില്ല. ഓക്കെ ഗൈസ്, എനിക്കിനി ഒട്ടും ക്ഷമയില്ല. ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകാം. ഓ, ഇതിനകത്ത് ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും? ഓൾറൈറ്റ് ഗൈസ്, ഇന്നാ പിടിച്ചോ. ഞാൻ ഏതോ നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഫ്ലാഷ് ആയിട്ട് മാറിയിരിക്കുവാണ്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ മേത്തുനിന്ന് ഒരു ഫ്ലെയിമിംഗ് സാധനം വരുന്നുണ്ട്. ഓക്കെ, ഫ്ലാഷിന് ഇത്ര സ്പീഡ് വേണം.